പേര് മാറ്റില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ്. പേര് മാറ്റില്ല എന്നൊറ്റ തീരുമാനം തന്നെയാണ്. ഡോക്ടർ ഹെഡ്ഗേവറുടെ പേര് തന്നെയായിരിക്കും ആ ഭിന്നശേഷി സ്കൂളിന് വരേണ്ടത്. അത് തന്നെ ഇടുള്ളൂ. ആ നീക്കത്തിൽ നിന്ന് പിന്നോട്ടില്ല. ഇല്ല, പിന്നോട്ടില്ല. ആ പേര് മാറ്റാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല, കൗൺസിൽ തുടരാൻ ആരംഭിക്കില്ല എന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നത്. ആയിക്കോട്ടെ, അത് ഭരിക്കുന്ന ഭരണകൂടം എന്ത് അതായത് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി ആരാണോ അവരാണ് തീരുമാനിക്കേണ്ടത് പേരിടേണ്ടത്. അവരുടെ പ്രതിഷേധം എന്നുള്ള നിലയ്ക്ക് അവർ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് അവർ ചെയ്യുന്നു. നേരത്തെ മുൻകൂർ അനുമതി കൊടുത്തിരുന്നു പറയും, പക്ഷെ അതിന്റെ ഫയലുകളൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നാ പറയുന്നത്. ഫയലുകളുണ്ട്, അതിപ്പോൾ അവരെ കാണിക്കണമെന്നില്ല. പാലക്കാട് നഗരസഭ ഫയൽ സൂക്ഷിക്കുന്ന സെക്രട്ടറിയാണ് അതിന്റെ കസ്റ്റോഡിയൻ, അവരുടെ കയ്യിലുണ്ട്. BJPയുടെ ഇത്തരത്തിലുള്ള അജണ്ട പാലക്കാടിന്റെ മണ്ണിൽ നടപ്പിലാക്കാൻ UDF സമ്മതിക്കില്ല. സ്വതന്ത്ര സമര സേനാനിയാണ്, അദ്ദേഹത്തിന് പേരിടുന്നതുകൊണ്ട് യാതൊരു രീതിയിൽ തെറ്റില്ല. അല്ല, ഞാൻ പറയട്ടെ, ഇതിനു മുൻപ് കേന്ദ്ര സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരിന്റെ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന് പേരിട്ടുണ്ടോ? ഒന്ന് പരിശോധിക്കട്ടെ. അല്ല, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ പേര് പേരിട്ടുണ്ടോ? ഒരു തരത്തിലുള്ള പേരിട്ടില്ല. ഇത് മുൻകൂർ അനുമതി കൊടുത്തു എന്ന് പറയാ, കൗൺസിലിലേക്ക് പേര് നിർദ്ദേശിച്ചു എന്ന് പറയാം. അപ്പൊ നഗരത്തെ ജനതയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് BJP മുന്നോട്ട് പോകുന്നത്. അത് ഒറ്റക്കെട്ടായിക്കൊണ്ട് തന്നെ UDF അതിന് പ്രതിരോധിക്കും.